ഹായ് ഓൾ, കിച്ചൺ റെവല്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി മൺചട്ടിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കൂടാതെ നല്ല പഴുത്ത കഷ്ണങ്ങളാക്കാൻ പറ്റിയ മാങ്ങയാണ് ഇതിന് വേണ്ടത്. മാങ്ങയിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് വേവാൻ വെക്കുക. നന്നായി മിക്സ് ചെയ്ത് വെക്കണം. ഈ സമയത്ത് നമുക്ക് അതിന് വേണ്ട അരപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി 2 കപ്പ് ചുരണ്ടിയ തേങ്ങ, അതിലോട്ട് 3 പച്ചമുളക്, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. നന്നായി അരച്ചെടുക്കണം. ഈ അരച്ച അരപ്പ് വെന്ത മാങ്ങയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വീണ്ടും ഒരു 3-4 മിനിറ്റ് വേവാൻ വെക്കണം. മാങ്ങയിലോട്ട് അരപ്പെല്ലാം നന്നായി പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവസാനമായി ഇതിലോട്ട് നമുക്ക് 1.5 കപ്പ് തൈര് മിക്സിയിലടിച്ച് ഒഴിച്ചു കൊടുക്കാനുണ്ട്. തൈരൊഴിച്ച് മിക്സ് ചെയ്ത ശേഷം അധികം തിളക്കാൻ പാടില്ല. കറി ഒന്ന് തിളച്ച് വരുന്ന സമയം നോക്കി നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടതാണ്. അവസാനമായി നമുക്ക് ഇതിലോട്ട് കടുക് താളിച്ചൊഴിക്കാം. അതിനായി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, കാശ്മീരി ചില്ലി 4 എണ്ണം, ആവശ്യത്തിനുള്ള കറിവേപ്പില ഇത്രയും ചേർത്ത് കടുക് താളിക്കുക. ഇത് കറിയിലോട്ട് ഈ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിരിക്കുകയാണ്. ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ വളരെ ടേസ്റ്റിയായ ഒരു കറിയാണിത്. ഇപ്പോൾ മാങ്ങ ലഭ്യമായ സമയമായതുകൊണ്ട് എല്ലാവർക്കും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണുന്നതുവരെ ബൈ.